ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 3 ഫേസ് ഡി ബി കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം. അതായത് അതിൻ്റെ പല ടൈപ്പ് ഡി ബികൾ നമുക്ക് വരുന്നുണ്ട്. ഏറ്റവും അവസാനം നമുക്ക് ഡോറ് കാര്യങ്ങളൊക്കെ തുറക്കുന്ന സമയത്ത് തടസ്സമില്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഉറപ്പിക്കാവുന്ന ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളിതൊരു എക്സ്റ്റൻഷൻ വർക്കാണ് വരുന്നത്. അതായത് ഓൾറെഡി സിംഗിൾ ഫേസ് ഡി ബി ഉണ്ടായിരുന്നു, അത് മാറ്റിയതിന് ശേഷം 3 ഫേസ് ആക്കിയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമ്മൾ 3 ഫേസ് ഡി ബി ഇത് ലെഗ്രാൻഡിൻ്റെ മോഡലാണ് വെച്ചിരിക്കുന്നത്. ലെഗ്രാൻഡിൻ്റെ നല്ല നീറ്റ് മോഡലാണ്, ഇഷ്ടംപോലെ സ്പേസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സ്പേസ് ഡി ബിയിൽ സ്പേസ് ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇൻഡക്ഷൻ പോലുള്ള കറണ്ട്, അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും തെളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ പല കംപ്ലൈൻറ്റുകളും കാണാറുണ്ട്. അതിന് മെയിൻ ഒരു കാരണം ഡി ബി തന്നെയാണ്. ഡി ബിയിൽ സ്പേസ് ഇല്ലെങ്കിൽ ആ ഇൻഡക്ഷൻ കറണ്ട് ഹൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നല്ല സ്പേസ് വരുന്ന രീതിയിലുള്ള ഡി ബി സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ലെഗ്രാൻഡ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസ് ആണ് ഉള്ളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് സെലക്ടർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, എല്ലാ ഡി ബികളിലും തന്നെ അതിന് ചെറിയൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഈ കാണുന്നൊരു മാർക്കിംഗ് കേട്ടോ, അതാണ് നമ്മുടെ ഫിനിഷിംഗ് ലെവൽ വരേണ്ടത്. ഫിനിഷിംഗ് ലെവൽ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ തേപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫിനിഷിംഗ് ലെവൽ വരേണ്ടത്. അതിലാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ തേപ്പിന് മുന്നാണ് നമ്മൾ ഇത് വെക്കുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് തേപ്പ് കനം കൂടി നമ്മളിത് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോറുണ്ട്, അതായത് ഈ ടൈപ്പ് ഡി ബികളിലൊക്കെ വരുന്നത് ഡോറ് വരുന്ന സമയത്ത് ഡോറ് തുറക്കുന്ന സമയത്ത് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതായത് ഡോറിൻ്റെ ഫ്രണ്ടിൽ ഒരു പുഷ് ബട്ടൺ പോലുള്ള ലോക്ക് പോലെയുള്ള പുഷ് ബട്ടണാണ് വരുന്നത്. അത് പ്രസ് ചെയ്ത് ചിലപ്പോൾ അടയാത്ത രീതിയിൽ വരും. അത് കൂടാതെ തന്നെ ഡോറ് തുറക്കാൻ പറ്റാത്ത വരും. ഡോറ് തുറക്കുന്ന സമയത്ത് ഭിത്തിയും ചെന്ന് ഇടിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ആ ലെവലിൽ ഫിനിഷിംഗ് ലെവലാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ 6 ഡി ബി ആണ് വന്നിരിക്കുന്നത്. 6 ഡി ബി ഇവിടെ സെലക്ടർ വന്നു, ഇവിടെ ഐസൊലേറ്ററും അതുപോലെ തന്നെ ELCB അല്ലെങ്കിൽ RCCB ആണ് ഇവിടെ വരുന്നത്. അതിൽ നിന്ന് നേരെ കണക്ഷൻസ് സെലക്ടറിലേക്ക് വന്നു. ഇനി 3 ഫേസ് ആയതുകൊണ്ട് RYB എന്ന് പറയുന്ന 3 ഫേസിലേക്കായിട്ടാണ് നമുക്ക് സെക്ഷൻ വരുന്നത്. 3 സെക്ഷനിലേക്ക് വരുന്നു. പിന്നെ ന്യൂട്രൽ കൊടുക്കാനായിട്ടുണ്ട് 3 കൂടാതെ തന്നെ 4 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഫേസ് വേണമെങ്കിൽ സെപ്പറേറ്റ് ന്യൂട്രൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3 ബാറ് എക്സ്ട്രാ ഓരോ ഫേസിനും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ എന്ന് മാർക്ക് ചെയ്താൽ ബ്ലാക്ക്, അതാണ് ന്യൂട്രൽ കൊടുത്തത്. ഇത് നമ്മൾ എർത്തിൻ്റെ റോഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പം നീറ്റായിട്ടാണ് ഡി ബി ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഈ ഡി ബിയുടെ അകത്തുണ്ട്. ഉള്ള ഡി ബികൾ തന്നെ സെലക്ട് ചെയ്യണം. ചെറിയ ഡി ബി സെലക്ട് ചെയ്ത് ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് വളരെ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം നമ്മൾ LED ബൾബുകളായതുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും തെളിയുന്നൊരവസ്ഥ ഈ ഡി ബി സെലക്ട് ചെയ്യുന്നതിലും വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി തേപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പഴയ ഡി ബി മാറ്റി പുതിയ ഡി ബി വെച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഫിനിഷിംഗ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി അതല്ല, തേക്കുന്നതിന് മുന്നേ ആണെങ്കിൽ കൂടിയും തേപ്പുകനം കൂടി ഈ പറയുന്ന ലെങ്ത്തിൽ നിന്ന് കുറച്ചുകൂടി അകത്തേക്ക് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇതായിരിക്കണം ആ ഗ്രൂ ഉണ്ടോ, ആ ഗ്രൂ ആയിരിക്കണം നമ്മുടെ ഡി ബിയുടെ ഡോറ് വരുമ്പോൾ ഫിനിഷിംഗ് ലെവൽ. അതായിരിക്കണം നമ്മുടെ എല്ലാം ഏറ്റവും അവസാനം തേപ്പ് കഴിഞ്ഞ് വരുന്ന ഫിനിഷിംഗ് ലെവൽ അതായിരിക്കണം. അപ്പോൾ ആ ലെവലിൽ നമ്മൾ തേക്കുന്നതിന് മുന്നാണ് നമ്മൾ ഡി ബി വയ്ക്കുന്നത്. അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു അടുത്ത വീഡിയോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്തൊരു ഡീറ്റെയിൽ സെലക്ടർ ടൈപ്പ് ഡി ബി ആണ്. അപ്പോൾ സെലക്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ലെങ്തി ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലേ നമുക്കിതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.